പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് റംബൂട്ടാൻ പറിക്കാൻ പോവാണ്. കാരണം നമ്മുടെ നാട്ടിൽ റംബൂട്ടാൻ്റെ സീസണും കാര്യങ്ങളാണ്. നമ്മളോടൊപ്പം ഉള്ളത് ഇന്ന് ഗിരിയേട്ടനാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വേഗം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പോകണം. നമ്മളെത്തിപ്പയ്യും റംബൂട്ടാൻ മൊത്തം പൊട്ടിച്ചു. എന്നാലും കുറച്ചുണ്ടല്ലേ. ഈ സൈഡിലുണ്ടാ കുറച്ചുണ്ട്. ആ വീട്ടിൽ നിന്ന് റംബൂട്ടാൻ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ? റംബൂട്ടാൻ പറ്റോ? കുറച്ച് റംബൂട്ടാൻ എടുക്കാം. നമുക്ക് ആ വെള്ളത്തിന്റെ അവിടേക്ക് പോവാം. നമ്മള് റംബൂട്ടാൻ എടുത്തിട്ട് നമ്മളവിടെ ഒരു വെള്ളത്തിന്റെ സ്ഥലമുണ്ട്, കിടന്ന സ്ഥലം. ഇതാണ് നമ്മുടെ കിടിലൻ സ്പോട്ട്. ഹായ് ഗിരിയേട്ടൻ, ഇത് ഏതൊരു സ്ഥലം? ഒഴുകി പോകുന്നോണില്ല. വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വഴി കൂടെ പോവായിരുന്നു തോന്നൂല്ലേ? അപ്പുറത്ത് കോട്ടായിട്ട് ഇപ്പത്തെ അങ്ങനെ എന്തായാലും പോവാം. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഗൈസ് എന്തായാലും ഇനി വീട്ടിൽ പോവാം. നമ്മൾ വിചാരിച്ചു അവിടെ പൊട്ടിക്കാൻ റംബൂട്ടാൻ ഉണ്ടാവുന്നു. കഴിഞ്ഞു. പക്ഷേ വിളിച്ചിട്ട് 2-3 ദിവസമായി. അതന്നെ നാട്ടുകാരൊക്കെ പിടിച്ചോണ്ടെന്ന് പറഞ്ഞു. നാട്ടുകാരും കിട്ടി. ബാബു मछली मिलता है? मिलता है, कभी मिलता है कभी नहीं मिलता. बड़ा वाला छोटा वाला വലിയ മീനും ചെറിയ മീനൊക്കെ ഉണ്ടെന്ന് പറയണ ആള്. കോട്ടാറ്റുപാടല്ലേ? അത്യാവശ്യം നല്ല മീനുള്ള സ്ഥലമാണ്. ഇവിടെ എന്തോ ഇത് ഉണ്ടല്ലോ, കൊത്തണ പോലെ ഉണ്ടല്ലോ. ഗൈസ് നമ്മള് കോട്ടാറ്റ് പാടത്താണ് ഉള്ളത്. ഇവിടെ നോക്കി അത്യാവശ്യം മീനുണ്ടെന്ന് തോന്നില്ലേ? ഇവിടെ മീനുണ്ടെന്ന് തോന്നണ്ടാ. നല്ലോണം അടിക്കണ്ട്. ജസ്റ്റ് അയാള് പിടിക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് പോയോക്കാം. भैया हाँ फ्रॉग है ना? ये क्या है? തീറ്റ എന്നിട്ട് ആ മണ്ണീര് തന്നെയല്ലേ? ഇവിടെ അടിക്കണ്ട. बड़ा मिलता है क्या? बड़ा भी मिलता है, कभी छोटा मिल जाता है. कल 2 मिला. छोटा इतना बड़ा.
ആ മീൻ കിട്ടണെന്നാ പറയണേ. എടുത്ത് നിന്നിട്ട് പാടാണോ അതോ കുളം പോലെ സ്ഥലമാണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഈ മറ്റേ മണ്ണെടുത്തെടുത്ത് കുഴിയ സ്ഥലങ്ങള് ഇറങ്ങാൻ പറ്റില്ല. മീൻ കയറാൻ വെള്ളം നമുക്ക് ഒരാളൊക്കെ ഉണ്ടാവുന്നുള്ളൂല്ലേ? എന്തൊക്കെയുണ്ട്? ആളെന്തോ പിടിക്കണ്ട്. നമുക്കെന്തായാലും വരും ദിവസങ്ങളിൽ ഇവിടേക്ക് വരാം. ഇവിടേക്ക് വന്ന് ജസ്റ്റ് ഒന്ന് നമ്മളെ ചൂണ്ട കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കാം. വല്ലതും കിട്ടുമോന്ന് നമുക്ക് നോക്കണം. അങ്ങനെ എനിക്കറിയാടാ റംബൂട്ടാൻ. ഫിലോപ്പി അല്ലേ കിട്ടണേ? കിട്ടിയ രസമായിരുന്നു അല്ലേ? വെള്ളമൊക്കെ കറുത്തായിരിക്കണ മണ്ണീരെണ്ണ ബെയ്റ്റ്. കൊറേ പേര് ചൂണ്ടി കൊണ്ട് പോണ്ടില്ലേ? അവിടെയും ഒരു ചേട്ടൻ നിക്കുന്നുണ്ട്. ആളൊക്കെ എക്സ്പെർട്ട് ആയിരിക്കടാ. നമ്മള് വിചാരിക്കുന്ന ക്ഷമയൊന്നുമല്ല അവർക്ക്. ആളുടെ നാട്ടിലുണ്ടെന്ന് ഇഷ്ടം പോലെ മീനാ. ആളിപ്പോ കറിക്ക് വേണ്ടി ഓണം പിടിക്കാൻ വേറെ ടൈം പാസ് അല്ലേ? ആള് ഫ്രോഗ് വലിക്കണ്ടില്ല. അത് നോക്കിയാലോ? इधर काम करते हैं कौन सी फैक्ट्री? थॉमसन चिकन फैक्ट्री। नहीं, टाइल्स ये वाला? हाँ ये वाला फैक्ट्री है। हाँ वो बड़ा वाला। നമുക്ക് ആളുടെ അടുത്ത് പോയാലോ? പോയിട്ട് കാര്യങ്ങളൊക്കെ അത് പോകാലേ? അവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. ആളിങ്ങനെ എറിഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിന്നിട്ട് ആള് ഫ്രോഗ് എറിയുന്നല്ലേ? നല്ല സ്പോട്ടല്ലേ ഫ്രോഗ് എറിയാൻ? നമുക്കും ഇവിടെ കൊണ്ടുവന്ന് ഫ്രോഗ് എറിയണം. അയ്യോ, കണ്ണട മാറ്റണം. കണ്ണട വയ്ക്കുമ്പോ ഭയങ്കര വൃത്തിയാണ് വ്ളോഗിൽ. കാര്യമായിട്ടാ സ്വിറ്റ്സർലാൻഡ് ആള് ഇടുന്നുണ്ട്. എല്ലാവരും ഇടുന്നുണ്ട്. കല്ലറ കിട്ടിണ്ട്. കല്ലറ കിട്ടിണ്ട്. വലിയ സാധനങ്ങൾ കിട്ടാറുണ്ടല്ലേ? നമുക്ക് ഭാഗ്യണ്ട്. നമ്മ വന്ന സമയത്ത് തന്നെ സാധനം കണ്ടു. എന്റെ മോനെ, നമ്മുടെ ഒരു ടൈമിങ്ങില് എന്റെ ഉണ്ടെന്ന് തോന്നല്ലേ? കല്ലട അത്യാവശ്യം. ये इसमें पूरा सिरोपी इधर से एक लिया, ये बड़ा वाला में इसमें कलर दो डाला, छोटा छोटा था। ओ वो हमारे तीरे ഇവിടെ തീറ്റ കൊടുത്തേ നല്ല
ആ നമുക്ക് ഇറങ്ങിയാലോ പോകുമ്പോ അതെന്നിട്ട് ഗൈസ് അപ്പൊ നമുക്ക് പതിയെ നടന്ന് വീട്ടിലോട്ട് പോവാം. ആള് വേണ്ട. ഓക്കെ അല്ലേ വാ നമുക്ക് വാ. അവിടെ അടിക്കുന്ന സ്ഥലല്ലേ അപ്പൊ പടയ്ക്കാം. ഫ്രോഗ് ഉണ്ടാ നല്ല രസമുള്ള ഫ്രോഗാ. അപ്പുറത്തെ സൈഡിൽ നോക്കി എന്തോ ഇവിടെ ആൾക്കാരുണ്ട്. അടിപൊളി. ഗൈസ് അങ്ങനെ നമ്മുടെ മീൻപിടുത്തത്തിന് ശേഷം നമ്മള് ഗൈസ് അങ്ങനെ നമ്മള് കോട്ടായത്തില് പോയതിനു ശേഷം നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്ടില് റംബൂട്ടാനുണ്ട്. ബാ നമ്മുടെ വീട്ടില് റംബൂട്ടാനായിട്ടാണ് ഈ 5 കിലോമീറ്റർ അപ്പുറത്തോട്ട് പൊട്ടിക്കാൻ പോയത്. പക്ഷെ എടാ എന്റെ റംബൂട്ടാൻ മൊത്തം പൊട്ടിച്ചിട്ട് പോയിടാ. അങ്ങനെയൊക്കെ എടാ കിളി അടുത്ത് തരാം. കാടാണ് മൊത്തം. എന്റെ മൊബൈലുണ്ട്. നമ്മുടെ റംബൂട്ടാനൊക്കെ പൊടിച്ചിട്ടുണ്ടാ മൊത്തം പോയി. ഒക്കെ കിളികളുണ്ടായിണ്ടാവും. അല്ലടാ മൊത്തം കിളികളുണ്ടായതാ. അതിലുണ്ടാവല്ലേ അതേ കണ്ട ചെറിയ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ കൊലയുണ്ടായി ഇതാ സൈഡില്. സത്യം റംബൂട്ടാന്റെ തൈകളുണ്ട് ഒരുപാട് എന്റെ നോക്കിയേ. ഇങ്ങനെ ചോദിക്കുന്നതൊക്കെ എടുത്തുണ്ടോ. ഒരുപാട് തൈ ഉണ്ട്. പേരുണ്ടാവും. ഓ ഫെബിന് വേണാവോ. നാടൻ റംബൂട്ടാനാണ് കേട്ടോ. ആ ഫെബിനെ വിളിച്ച അവനും റംബൂട്ടാന്റെ തൈ വേണോന്ന് ചോദിച്ചു നോക്കിയാലോ. റംബൂട്ടാന്റെ തൈ വെറും 50 രൂപ. 500 രൂപ കണ്ടല്ലേ. 50 രൂപയുള്ളൂ. പോടാ മൂട്ട് ഭയങ്കരമായിട്ട് കുരുന്നുണ്ട്. മൊത്തത്തിൽ നിന്ന് തീർക്കാം. തയ്യാറ് ഇന്ന് വീട്ടിൽ കൊണ്ടുപോക്കാം. അടുത്തോളം ഞാൻ വീട്ടിൽ നിന്ന് പറിച്ചു തിന്നു. പഠിത്തമല്ലോ. എടാ ബഡ് ചെയ്ത് എത്ര കൊല്ലം എടുക്കും അങ്ങോട്ടാ? ബഡ് ചെയ്ത 3 കൊല്ലം. ഫെബിൻ വിളിക്കണ്ടേ?